ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു കാട്ടിൽ കൂടെയുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂതത്താൻകെട്ട് ഡാമിൽ പോയവർക്ക് അറിയാം. നമ്മളൊരു ഓഫീസിൽ ട്രക്കിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഇടത്തെ സൈഡിലോട്ട് റോഡ് പോകുന്നുണ്ട്. ഇടയ്ക്ക് പ്രൈവറ്റ് ബസ്സും KSRTC ബസ്, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും പോകുന്നത് കാണാം. കൂടെ പ്രൈവറ്റ് വെഹിക്കിളും പോകുന്നത് കാണാം. ഇത് വടാട്ടുപാറ എന്ന സ്ഥലത്തോട്ടുള്ള 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വടാട്ടുപാറയിൽ പോകാൻ ഈ ഒരു വഴിയുള്ളൂ. ഈ വഴി അവിടെ അവസാനിക്കണം. നമ്മൾ അവിടുന്ന് തിരിച്ച് വരികയും ചെയ്യും. വേറെ വഴി ഈ റോഡ് പാസ് ചെയ്ത് പോകുന്നില്ല. ഇത് അവിടത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു വഴിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇടമലയാറാണ്. ഇടമലയാറ് ഡാമിലോട്ടൊന്നും ഇപ്പോൾ ആൾക്കാർ കയറ്റി വിടുന്നില്ല. പല ഡാമുകളും പല പ്രശ്നങ്ങൾ കാരണം, സെക്യൂരിറ്റി റീസൺ കാരണം പഴയ പോലെ ആൾക്കാർ ആരും ഇറക്കുന്നില്ല. ഈ റോഡ് വടാട്ടുപാറയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അത് കാണാൻ പോകുന്ന ആൾക്കാർക്കുള്ളതാണ്. പോയ പോലെ തന്നെ അവർ തിരിച്ച് വരണം. 1.5 കിലോമീറ്ററാണ് റോഡിൻ്റെ നീളം. ഈ റോഡ് വളരെ നല്ല റോഡാണ്. അതിൻ്റെ അകത്ത് കുഴികളൊന്നും തന്നെ കാണാൻ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്, റബ്ബറൈസ്ഡ് ആണ്. അപ്പോൾ പകൽ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ, ബൈക്കുകൾ കൂടുതലായിട്ട് നമുക്ക് ഓരോ ഡയറക്ഷനിൽ പോകുന്ന കാണാം. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം വരെ അത്യാവശ്യം വണ്ടികൾ പോകുന്നുണ്ട്. അതിനുശേഷം ഈ വഴി അങ്ങോട്ട് പോകുന്ന ആൾക്കാരെയാണ് ചെക്ക് പോസ്റ്റുകൾ അവിടെ ഉണ്ട് കടത്തി വിടുന്നത്. അതും നമ്മൾ ബൈക്കിൽ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത്. മൃഗങ്ങളുള്ള കാടാണ്. ഈ മൃഗങ്ങളെന്ന് പറയുമ്പോൾ ഈ റോഡിൻ്റെ ഒരു വശത്ത് ആണ് കാടും ഇപ്പുറത്തെ വശത്ത് പുഴയാണുള്ളത്. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ, ആന ഉൾപ്പെടെ ഇറങ്ങി വന്ന് ഈ റോഡ് മുറിച്ച് കടന്നാണ് അവരുടെ വെള്ളത്തിൻ്റെ സ്രോതസ് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഇത് പകലുമുണ്ട് രാത്രിയുണ്ട്. ഇതുവരെ ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് പോകുന്നപ്പോഴും നല്ലതാണ്. കാരണം കാടെപ്പോഴും വന്യമൃഗങ്ങളുടെ ആണല്ലോ. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന അന്ന് വൈകുന്നേരമാണ്. ഈ കാടിൻ്റെ ഒരു 10-20 കിലോമീറ്റർ അപ്പുറം കുട്ടമ്പുഴയിൽ എൽദോസ് എന്ന സഹോദരൻ ഉരുളൻ തണ്ണിക്ക് പോകുന്ന വഴി ആനയുടെ ആക്രമണത്തിൽ ചവിട്ടേറ്റ് മരിച്ചത്. അപ്പോൾ കാട്ടിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എപ്പോഴും മൃഗങ്ങളെ കാണുമ്പോൾ നിർത്താനുള്ളൊരു ടെൻഡൻസി ആണ്. കഴിയുന്നത് നിർത്താണ്ടിരിക്കുക. നമ്മളൊന്നും ഇതിൽ കൂടി പോയി ശീലമുള്ള ആൾക്കാരല്ല, ലോക്കൽസിനെ അറിയാം. അപ്പോൾ കണ്ടിട്ട് പോവുക. ഈ എല്ലാ മൃഗങ്ങളെയും നമ്മൾക്ക് കാഴ്ചബംഗ്ലാവിൽ കാണാവുന്നതാണ്. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നിർത്തി ഫോട്ടോ എടുക്കുമ്പോഴാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏത് കാട് പോലെ ഇവിടുത്തെ വായു വളരെ നല്ലതാണ്. നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത്. അതും വൈകുന്നേരങ്ങളൊരു റൈഡ് അല്ലെങ്കിൽ ഡ്രൈവ് ആണെങ്കിൽ സൂര്യപ്രകാശം മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ വീണ് പോകുന്ന കാണാൻ കുറേ ഫോട്ടോസുള്ള മൊമെൻറ്റ്സും കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഭൂതത്താൻകെട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തട്ടേക്കാട് വഴി കോതമംഗലത്തോട്ട് പോരുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ കോതമംഗലത്തിന് മുമ്പായിട്ട് റൈറ്റിലോട്ട് 4.5 കിലോമീറ്റർ പോയ ഭൂതത്താൻകെട്ടെത്താം. ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത്, അവിടെ ചെക്കിംഗ് ഒന്നുമില്ല പകൽ സമയത്ത്, ക്രോസ് ചെയ്ത് ഈ വടാട്ടുപാറ ഫോറസ്റ്റിലൂടെ നമുക്കൊരു റൈഡ് പോവുകയും ചെയ്യാം. ഒരിക്കലെങ്കിലും പോകേണ്ട വഴിയാണ്. നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.